ഇടുക്കി മെഡിക്കൽ കോളേജിൽ 2 വർഷം മുൻപ് പണി പൂർത്തിയാക്കിയ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം അവതാളത്തിൽ. പ്ലാന്റിലേക്ക് ലിക്വിഡ് എത്തിക്കാൻ റോഡില്ലാത്തതിനാൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. റോഡ് നിർമ്മാണത്തിനുള്ള ടെൻഡർ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 വർഷം മുമ്പാണ് ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 10,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് പുതിയ ബ്ലോക്കിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ചു. പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇവിടേക്കുള്ള റോഡിന്റെ അവസ്ഥയെപ്പറ്റി അധികൃതർ ചിന്തിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ടാങ്കിൽ നിറയ്ക്കേണ്ട ലിക്വിഡ് എത്തിക്കാൻ സാധിക്കില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ലിക്വിഡുമായി ലോറി എത്തിയിരുന്നുവെങ്കിലും പ്ലാന്റിലേക്ക് കയറാൻ കഴിയാതെ വന്നതോടെ തിരിച്ചു മടങ്ങി. അടിയന്തരമായിട്ട് ഫണ്ട് ഇട്ടുകൊണ്ട് ചെയ്താണ് ഈ ഓക്സിജൻ പ്ലാന്റ്. പക്ഷേ ഓക്സിജൻ പ്ലാന്റ് അങ്ങ് പണിതു, പക്ഷേ യാതൊരുവിധ ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് ഇത് പണിത്. കാരണം പ്ലാന്റ് പണിതു, പക്ഷെ ഇങ്ങോട്ട് കയറി ഈ ലിക്വിഡുമായിട്ട് വരാനുള്ള വഴി പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. ഇത് കാട് കയറി കിടക്കുന്നു, കെടുകാര്യസ്ഥത. കാരണം ഇതൊന്നും ആർക്കും താല്പര്യമില്ല. ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കോ മന്ത്രിക്കോ ഒന്നും യാതൊരുവിധ താല്പര്യമില്ല. ഇതിന്റെ ആവശ്യകത എന്താണെന്ന് പോലും ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു വളരെ പരിതാപകരമായ കാര്യം. റോഡുകളുടെ നിർമ്മാണത്തിന് 16 കോടി രൂപ അനുവദിച്ച ടെൻഡർ നടപടികൾ പൂർത്തിയായെന്ന് അധികൃതർ പറയുന്നു. കോഴിക്കോട് കേന്ദ്രമായ കമ്പനിയാണ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അടിയന്തരമായി പ്ലാന്റിൽ ലിക്വിഡ് നിറച്ച് ഓക്സിജൻ ഉൽപാദനം തുടങ്ങിയില്ലെങ്കിൽ ലഭിച്ച അംഗീകാരം നഷ്ടമാകുമെന്നറിയിച്ച ഇവർ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ കുറവും ICU ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയും മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളെ വലയ്ക്കുന്നുണ്ട്. ജനം, ഇടുക്കി.